ഗുരുവായൂർ അമ്പലത്തിലേക്കുള്ള ഗരുഡശില്പത്തിന്റെ പണി കണ്ണൂരിൽ പുരോഗമിക്കുന്നു. കിഴക്കേനടയിൽ കാലപ്പഴക്കത്താൽ നശിച്ച മഞ്ചുളാൽ പുതുക്കി പണിയുന്നതിന്റെ ഭാഗമായാണ് വെങ്കലത്തിൽ ഗരുഡശില്പം ഒരുക്കുന്നത്. ഗരുഡശില്പത്തിന്റെ ആദ്യ കളിമണ്ണ് രൂപമാണ് ഇപ്പോൾ ഒരുക്കിയിട്ട്. ഉയരമുള്ള ഗരുഡ പ്രതിമയാണ് ഗുരുവായൂർ അമ്പലത്തിലേക്ക് ഒരുങ്ങുന്നത്. ശില്പി ഉണ്ണിക്കാനായിയാണ് ശില്പം നിർമ്മിക്കുന്നത്. ശില്പത്തിന് 16 അടി വീതിയുമുണ്ട്. 4 മാസം കൊണ്ടാണ് കളിമൺ ഗരുഡ ശില്പം ഒരുക്കിയത്. 3 മാസം കൊണ്ട് ശില്പം വെങ്കലത്തിൽ പൂർത്തിയാക്കും. ഇത് പൂർത്തിയായത് കളിമണ്ണിലാണ്. ഇത് വെങ്കലത്തിൽ തീർക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. 8 അടി വരെയുള്ള ഈ ഗരുഡ ശില്പത്തിന് വീതി 16 അടിയോളം നീളമുണ്ട്. ഈ വരുന്ന 2 മാസത്തിനുള്ളിൽ ഇത് വെങ്കലത്തിൽ തീർത്ത് പൂർത്തിയാക്കാനുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ. കേരളത്തിലെ ഏറ്റവും വലിയ വെങ്കലത്തിൽ തീർക്കുന്ന ഗരുഡ ശില്പമാണ് കാനായി നിർമ്മിച്ചിരിക്കുന്നത്. പഴയ ഗരുഡ ശില്പത്തിന്റെ അതേ വലിപ്പം തന്നെയാണ് പുതിയ ശില്പത്തിനുമുള്ളത്. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ദിനേശൻ നമ്പൂതിരിപ്പാട് തുടങ്ങിയവർ ശില്പം സന്ദർശിക്കാനെത്തി. വ്യവസായിയും സിനിമാ നിർമ്മാതാവുമായ വേണു കുന്നപ്പള്ളിയാണ് ശില്പം ക്ഷേത്രത്തിന് സമർപ്പിക്കുന്നത്. ജനം, കണ്ണൂർ.